നവരാത്രി നാളുകൾ കലോപാസനയുടെ നാളുകൾ കൂടിയാണെന്നറിയാലോ. വിജയദശമി ദിവസം വിദ്യാരംഭം കുറിക്കുന്നവരിൽ കലാലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നവരും ധാരാളം ഉണ്ടാകും. കലയിൽ ഹരിശ്രീ കുറിക്കാനായി കാത്തിരിക്കുന്നവരോട് പ്രശസ്ത മോഹിനിയാട്ട കലാകാരനും കലാമണ്ഡലം അധ്യാപകനുമായ RLV രാമകൃഷ്ണന് പറയാനുള്ളത് കേൾക്കാം. നവരാത്രിയുടെ നാളുകൾ മലയാളികൾക്ക് വിദ്യാരംഭത്തിൻ്റെ കൂടിയാണ്. എനിക്കൊപ്പം RLV രാമകൃഷ്ണനാണ്. ഒരുപാട് കുട്ടികൾ അറിവിൻ്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്ന ദിവസമാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. അതുപോലെ കലാകാരന്മാർക്ക് കലോപാസനയുടെ നാളുകളാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കലോപാസന എന്ന് പറയുന്ന സങ്കല്പത്തെ കാണുന്നത്? കല എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ, നമ്മുടെ മനുഷ്യ ജീവജാലങ്ങൾക്ക് തന്നെ ആനന്ദം കണ്ടെത്തുന്നുള്ള ഉപാധിയാണ്. നമുക്ക് എത്ര സ്വത്തുക്കളും അല്ലെങ്കിൽ നമ്മൾ എത്ര വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ആനന്ദങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്നത് കലകളാണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടായാലും, ഇപ്പോൾ നമുക്ക് ഒരുപാട് വലിയ വലിയ ജോലിയുള്ള ആളുകളായാലും മറ്റെന്ത് ബിസിനസ് കാര്യങ്ങളായാലും നമ്മളൊക്കെ ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ഒരു സിനിമ കണ്ടുകൊണ്ടോ, ഒരു നാടകം കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടോ, ഒരു നൃത്തം കണ്ടതുകൊണ്ടോ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. അവിടെയാണ് കല നമ്മുടെ ഒരു മാനവികതയ്ക്ക് ഏറെ സ്ഥാനം കൊടുക്കുന്ന ഒന്നാണ് കല. അത് ആനന്ദം കണ്ടെത്തുന്ന ഉപാധി കൂടിയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് ആദ്യകാലങ്ങളിൽ കുട്ടികളായിരുന്നു ഈ നവരാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് നൃത്തം, സംഗീതം തുടങ്ങിയിട്ടുള്ള കലകൾ അഭ്യസിക്കാൻ കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ കലാകാരന്മാരും കലാകാരികളും തങ്ങളുടെ കുട്ടിക്കാലത്ത് തങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങളെ വീണ്ടും ഉണർത്താൻ രംഗവേദിയിലേക്ക് പ്രായഭേദമന്യേ ആളുകൾ എത്തിച്ചേരുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് അഭ്യസിച്ച് തുടങ്ങാൻ പറ്റൂ എന്നുള്ളൊരു അതൊരു തെറ്റിദ്ധാരണയാണ്. അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറി. കാരണം കലയ്ക്ക് പ്രായമില്ല, അല്ലെങ്കിൽ ലിംഗഭേദമില്ല, അല്ലെങ്കിൽ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഏറെ നമ്മൾ എടുത്തു പറയുന്ന വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ എല്ലാവരും ഒന്നിക്കുന്നൊരു സംഗമഭൂമിയാണ് കല അല്ലെങ്കിൽ രംഗവേദി. അവിടെ നമ്മൾ ഒന്നിച്ച് ആടുന്നു, പാടുന്നു, ആനന്ദം കണ്ടെത്തുന്നു. ഇപ്പോൾ നമ്മളൊരു കല്യാണ വീട് തന്നെ നമ്മുടെ സംസ്കാരം തന്നെ കുറേ മാറ്റം വന്നു. ഒരു കല്യാണ വീട്ടിൽ തന്നെ ഇപ്പോൾ 2 ദിവസത്തെ കല്യാണങ്ങളൊക്കെ ആയി. കാരണം തലേ ദിവസം മുതൽ നമ്മൾ പണ്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പം കലാ പ്രകടനങ്ങൾക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കല്യാണം ഫംഗ്ഷൻ തന്നെ ഒരുപാട് കലാസാങ്കേതിക വിദ്യകൾക്ക് ഒരുപാട് പ്രാധാന്യം വരുന്നൊരു ഘടകം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകമാനം കലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കലാ ഉപാസന എന്ന് പറയുമ്പോൾ തന്നെ കല ഒരു പോരാട്ടവും കൂടിയാണ് RLV രാമകൃഷ്ണനെ സംബന്ധിച്ച്. കാരണം ഈ നേരത്തെ പറഞ്ഞ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ പറഞ്ഞ കലയെ എല്ലാവർക്കും സാർവത്രികമാക്കാനും വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് ജീവിതത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ആ പോരാട്ടത്തെ കൂടി കാണുന്നത്? ഉപാസന മാത്രമല്ല, ഒരു പോരാട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കലയിനെ ജീവിത സബരിയാക്കി കൊണ്ടുപോകുക, അത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയ ഒന്നിനെ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ പറഞ്ഞു വിട്ടതല്ല ഇന്ന കല പഠിക്കൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്താണ് സ്വന്തമായിട്ട്. അപ്പോൾ ആ കലയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പോകെ എവിടെയൊക്കെയോ ഒരു വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായ സമയത്ത് ആദ്യമൊക്കെ ദുഃഖിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ചോദിച്ചു, നമുക്ക് വിചാരിച്ചൊരു കലയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു കലയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കുറച്ച് പോരാട്ട വീര്യം കൂടെ വേണ്ടി വന്നു. അങ്ങനെ നമുക്ക് സജീവമായ ഒരു വാതിലുകൾ തുറന്നിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കലയിനെ ജീവിത സബരിയായി കൊണ്ടുപോകുന്നതിൽ ഒരു ശാന്തമായൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. പ്രായമില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഈ ലിംഗഭേദമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഈ പോരാട്ടത്തിൻ്റെ കഥകളിൽ അതുകൂടി ഉണ്ടല്ലോ. മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പറ്റും. അത് കൂടുതലായിട്ട് ആളുകൾ സ്വീകരിച്ചു തുടങ്ങി. പുരുഷന്മാരൊക്കെ മോഹിനിയാട്ടത്തിലേക്ക് വന്നു തുടങ്ങി. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു പുരുഷ നർത്തകർക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു കളിയാക്കൽ മനോഭാവത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊരു വെറുതെ പഠിക്കുന്ന ഒരാളായിരുന്നില്ല. നമുക്കിതിൻ്റെ ഏറ്റവും അടുത്തേക്ക് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോക്താവായിട്ടും വാക്താവായിട്ടും മാറുന്ന രീതിയിൽ നമ്മൾ ആ ഒരു അക്കാദമിക നിലവാരത്തെ കൂടി നമ്മൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ സംവദിച്ച് മുന്നേറിയത്. വെറുതെ ഒരു വാക്ക് പറയല്ല. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ അല്ലെങ്കിൽ ഇതിൻ്റെ നാട്യശാസ്ത്ര ബന്ധങ്ങളെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ അടിയറവ് വയ്ക്കാതെ, നമ്മുടെ കലയെ മറ്റൊരാൾക്ക് വേണ്ടി അടിയറവ് വയ്ക്കാതെ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഇതൊക്കെയാണ് സത്യം എന്നുള്ള രീതിയിൽ തുറന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു വാക്താവായിട്ട് മാറിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയുന്നത്. അത് നമ്മുടെ ഈ ആധുനിക സമൂഹം ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കലാകാരന്മാർ ഇന്ന് വരെ നാളെ തുടങ്ങുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് എനിക്ക് മോഹിനിയാട്ടം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പ്രായഭേദമന്യമുള്ള ആളുകളും പ്രത്യേകിച്ച് വിശിഷ്യ ലിംഗഭേദമന്യേ പുരുഷന്മാരടക്കം നാളെ ദക്ഷിണ വയ്ക്കാൻ വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കളടുത്ത് ഉൾപ്പെടെ നാളെ വിദ്യാരംഭം കുറിക്കുന്ന ഈ കലാരംഗത്തേക്ക് വരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ മുതിർന്നവരോട്, ഈ വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്?
ഇത്രയേ ഉള്ളൂ. കലയെ നമ്മൾ ഒരിക്കലും ഒരു മാത്സര്യമായി കാണാതെ കലയെ നമ്മൾ സന്തോഷത്തിനുള്ളൊരു ഉപാധിയായി മാത്രം കാണുക. നമ്മൾ ഒരുപാട് കലയെ സ്നേഹിക്കുക. ഒരു കുന്നോളം സ്നേഹിച്ചാൽ നമുക്കൊരു കുന്നിക്കുരോളം കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ. കാരണം ഭാരതത്തിലെ പൈതൃക കലാസ്ഥാപനമായ കേരള കലാമണ്ഡലത്തിൽ ഒരു അധ്യാപകനാവാന്നുള്ള ഒരിക്കലും എൻ്റെ സ്വപ്നത്തിലായിരുന്നില്ല. അവിടെ ഒന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് അവിടുത്തെ ഒരു അധ്യാപകനായി നിൽക്കുന്ന സമയത്ത് ഞാൻ കലയെ എത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ കലയെ ജീവിത സബരിയായി സന്തോഷമായി നെഞ്ചോട് ചേർക്കാൻ മാത്രമാണ് ഈ ഒരു എളിയ കലാകാരൻ്റെ അഭ്യർത്ഥന എല്ലാവർക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ കല എങ്ങനെയാണ് തപസ്സായി സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ആ കലാസപര്യയുടെ ഉദാഹരണമായിട്ടുള്ള രാമകൃഷ്ണൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജനിൽ കണ്ണനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.